ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, പ്രത്യാശയുടെ പുതുവർഷത്തിലേക്ക് നാം പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയാണ്. 2025 നമ്മോട് വിട പറഞ്ഞു. നമ്മൾ പുതുവർഷത്തിലേക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ നന്മ നിറഞ്ഞ മനസ്സോടെ പുതിയ പ്രഭാതം കാണുവാൻ ഒരുങ്ങുന്നു. 2026 വർഷം നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ. ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വർഷം നമുക്കെല്ലാവരെയും അനുഗ്രഹിച്ച് കടന്നു പോകാം. നമ്മുടെ കരങ്ങൾ ഉയരേണ്ടത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാകട്ടെ. നമ്മുടെ നാവ് ചലിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹ വചസ്സുകൾ പറയുന്നതിന് വേണ്ടിയാകട്ടെ. അങ്ങനെ പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപാവരം പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വർഷത്തെ പുതിയ ജീവിതം നമുക്ക് വലിയ പ്രത്യാശയും അനുഗ്രഹവും നൽകുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കാം. ഈ പുതുവർഷത്തിലെ 12 മാസങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ 12 വ്യക്തികളെ നമുക്ക് മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഈ പുതുവർഷത്തെ ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ ധ്യാനിച്ചുകൊണ്ട് നാം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ചോദ്യം ചെയ്യാതെ അബ്രഹാം വിശ്വസിക്കുകയും അങ്ങനെ ആ വിശ്വാസം അവന് അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്തു. ദൈവം അവനോട് ആവശ്യപ്പെട്ടതുപോലെ ദേശത്തെ വിട്ട് ബന്ധുമിത്രങ്ങളെ വിട്ട് ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് അവൻ യാത്രയായി. ദൈവം അവനോട് പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നീ സകല ജനതകൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനപദങ്ങളും അനുഗ്രഹിക്കപ്പെടും. 2026 വർഷം നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും അബ്രഹാത്തെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ട കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായി, അനുസരിക്കുന്ന മോസസ് എന്ന വലിയ പ്രവാചകനെയാണ് നാം ധ്യാനിക്കുക. നോക്കൂ, ഇതാ ഒരു മനുഷ്യൻ. അവൻ ചെറുപ്പക്കാരനായിരുന്നു. അവൻ്റെ യൗവനത്തിൻ്റെ എല്ലാ ബലങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം വിളിച്ചപ്പോൾ ആ വിളിയുടെ വഴിയെ പോയി 6.5 ലക്ഷം വരുന്ന അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് ആനയിച്ചു. അവൻ ദൈവത്തിന് വേണ്ടി സഹിച്ചു. എന്നാൽ ദൈവം അവൻ്റെ കരങ്ങളിലൂടെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. നാം അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും എന്നതിൻ്റെ ഭൂമിയിൽ ഏറ്റവും മഹത്തായ സാക്ഷ്യമായി മോസസ് എന്ന വലിയ പ്രവാചകൻ രൂപാന്തരപ്പെട്ടു. നമുക്കും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പുതുവർഷത്തെ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കാം. മൂന്നാമതായി, വിശ്വസ്തനായ ജോസഫ്. നോക്കൂ, എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ടവൻ്റെ പേരാണ് ജോസഫ്. സ്വന്തം ഭവനത്തിൽ അപ്പൻ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവൻ, തിരസ്കരിക്കപ്പെട്ടവൻ, പൊട്ടക്കിണറിൽ എറിയപ്പെട്ടവൻ, ഭർവയുടെ കൊട്ടാരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ, പാപം ചെയ്യാത്തതിൻ്റെ പേരിൽ വീണ്ടും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ. എന്നിട്ടും നീതിബോധത്തോടെ അവൻ നിലകൊണ്ടു. അവൻ വിശ്വസ്തനായിരുന്നു. സ്വർഗം അവനെ കരുണയോടുകൂടി സംരക്ഷിക്കുകയും ഭർവയുടെ അധിപനാക്കുകയും ചെയ്തു. ഇതാണ് ദൈവം. നീ എത്ര തിരസ്കൃതനായാലും നീ വിശ്വസ്തനാണെങ്കിൽ സ്വർഗം നിന്നെ കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും. 2026 വർഷത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. നല്ല ഭർത്താക്കന്മാരായി, നല്ല ഭാര്യ എന്ന നിലയിൽ, നല്ല പുരോഹിതരെന്ന നിലയിൽ, സമർപ്പിതരെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ സ്വർഗം തക്ക സമയത്ത് നമ്മെ ഉയർത്തുകയും തൻ്റെ രക്ഷയുടെ കൃപ നമ്മുടെ മേൽ ചൊരിയുകയും ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. നാലാമതായി, അനുദപിക്കുന്ന ദാവീദ്. അദ്ദേഹം ഇസ്രായേലിൻ്റെ മഹോന്നതനായ രാജാവായിരുന്നു. വെറും ആട്ടിടെ ചെറുക്കനായവനെ സ്വർഗം കരുണ കാട്ടി ഇസ്രായേലിൻ്റെ മഹോന്നതനായ രാജാവാക്കി. അവൻ എല്ലാ മഹിമയും പ്രതാപവും ഉള്ളവനായിരുന്നു. പക്ഷേ എങ്കിലും അവൻ പാപം ചെയ്തു. തൻ്റെ പാപത്തിൻ്റെ ആഴം നാഥാൻ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൻ പശ്ചാത്തപിച്ചു. വിശുദ്ധ ബൈബിളിലെ 51-ാമത്തെ സങ്കീർത്തനം കണ്ണുനീരിൻ്റെ സങ്കീർത്തനമാണ്, അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. അവൻ ദൈവ തിരുസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ തിരുസന്നിധി ഞാൻ തിന്മ പ്രവർത്തിച്ചു.
അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ പാപിയാണ്. ഈ പാപബോധം അവനെ നന്മയിലേക്ക് നയിക്കുവാൻ കാരണമായി. അവൻ തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും ആത്മാർത്ഥമായി അനുദപിക്കുകയും ചെയ്തപ്പോൾ സ്വർഗം അവനോട് കരുണ കാണിക്കുകയും അവൻ്റെ പാപം പൊറുക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഈ വർഷത്തിൽ നമുക്ക് വീഴ്ചകൾ വന്നാൽ ഉടനെ അനുദപിക്കുന്നവരും തമ്പുരാൻ്റെ കൃപയിലേക്ക് തിരിയുന്നവരുമാകാം. കർത്താവേ, അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയാം. അങ്ങനെ ദാവീദിനോട് കരുണ കാണിച്ച ദൈവം, അവനോട് പൊറുത്ത ദൈവം നമ്മോട് പൊറുക്കുകയും നമ്മയും അനുഗ്രഹിക്കട്ടെ. അഞ്ചാമതായി, ദൈവത്തോട് മല്ലിട്ട യാക്കോബ്. നോക്കൂ, യാക്കോബ് അത്ര വിശ്വസ്തനായിരുന്നില്ല. ചതിയനായ യാക്കോബ് എന്നാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന കഥാപാത്രം. സ്വന്തം സഹോദരനെ ചതിച്ചുകൊണ്ട് ഭവനം വിട്ടുപോയവൻ. അവൻ എത്ര പ്രാവശ്യം ഭവനത്തിൽ അപരനെ ചതിച്ചുവോ അതിലേറെ പ്രാവശ്യം അന്യഭവനത്തിൽ ചതിക്കപ്പെട്ടു. എന്നാൽ ആ ചതിക്കെല്ലാം ഇടയിൽ അവൻ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തി. ഈ ലോകത്ത് സമ്പാദിക്കുന്നതൊന്നും നിത്യമല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഹൃദയപൂർവ്വം ഏശാവിനോട് പൊറുക്കുകയും അങ്ങനെ അവർ ക്ഷമിച്ച മണ്ണ് അവർ വാങ്ങുകയും ചെയ്തു. അതിന് യാക്കോബിട്ട പേരെന്തെന്നോ? എൽ എലോഹായി ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവം എന്നാണ്. കാരണം അവർ പൊറുത്തപ്പോൾ അവരുടെ മുഖം ദൈവദൂതന്മാരുടേതുപോലെയായിരുന്നു. അതെ, യാക്കോബിൻ്റെ സ്നേഹവും കരുതലും ദൈവവുമായി പോലും മല്ലിടാനുള്ള അവൻ്റെ ആത്മീയ ബലവും വളരെ വലുതായിരുന്നു. യാക്കോബിനെ പോലെ നമ്മൾക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിലനിൽക്കുവാൻ ഈ പുതുവർഷത്തിൽ പരിശ്രമിക്കാം. ആറാമതായി, സഹനദാസനായ ജോബ്. വിശുദ്ധ ബൈബിളിലെ കണ്ണുനീരിൻ്റെ അടയാളം കൂടിയാണ് ജോബ്. നമുക്കറിയാം, അദ്ദേഹം ധനവാനായിരുന്നു, സമ്പത്തും സൗഭാഗ്യവും സമൃദ്ധമായി ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഒരു ദിവസം കൊണ്ട് എടുക്കപ്പെട്ടു. സ്വന്തം ഭാര്യ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, ഇനിയെങ്കിലും ദൈവത്തെ നിഷേധിച്ചിട്ട് മരിക്കൂ മനുഷ്യ എന്ന്. ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറഞ്ഞ് ധൂളിയിലിരിക്കുമ്പോൾ പോലും അവൻ ദൈവത്തെ നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ ദൈവത്തോട് പരിപൂർണ വിശ്വസ്തനായി നിലകൊള്ളുക തന്നെ ചെയ്തു. ജീവിതത്തിലെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഭൂമിയെ പഠിപ്പിച്ച മഹത് വ്യക്തിയാണ് ജോബ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അവസാനിക്കുന്നത് ജീവിതത്തിൻ്റെ സഹനത്തോടു കൂടിയല്ല, മറിച്ച് സഹനത്തിൽ പിടിച്ചു നിന്നപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. ജോബ് 7 ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ ആയുസ് 15 വർഷം നീട്ടപ്പെട്ടു. ആ ദേശത്തെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി അവൻ വീണ്ടും രൂപാന്തരപ്പെട്ടു. ജീവിതത്തിൻ്റെ വേദനയിൽ തകർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ പുതുവർഷത്തിൽ നമുക്കും പരിശ്രമിക്കാം. ഏഴാമതായി, പ്രാർത്ഥിക്കുന്ന ഹന്ന എന്ന അമ്മ. നോക്കൂ, മക്കളില്ലാത്ത വേദനയും നൊമ്പരവും നെഞ്ചിലേറ്റി ഒരമ്മ കണ്ണുനീരോടെ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പുരോഹിതനായ ഏലി ആ ദേവാലയത്തിൽ വന്ന് ഈ ഹന്നയോട് ചോദിച്ച ചോദ്യമുണ്ട്, നീ പ്രഭാതത്തിൽ തന്നെ മദ്യപിച്ചിട്ടുണ്ടോ? അവൾ ഇങ്ങനെ നിലവിളിച്ചു, നാഥ, എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ ദൈവ തിരുസന്നിധിയിൽ എൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. അതെ, മക്കളില്ലാത്തതിൻ്റെ പേരിലുള്ള നൊമ്പരവും വേദനയും സങ്കടവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വാർദ്ധക്യത്തിൽ സ്വർഗം അവൾക്ക് ഒരു പുത്രനെ നൽകി അവളെ അനുഗ്രഹിച്ചു. ഈ കാലഘട്ടം നമുക്ക് പ്രാർത്ഥനയുടെ കാലഘട്ടമാക്കാം. കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവാശ്രയത്തിൽ ജീവിക്കാം. നീതിയുടെ പ്രവാചകനായ സാമുവേൽ, അവൻ ബാലനായിരുന്നു, കോമളനായിരുന്നു. അവൻ ദേവാലയത്തിൽ ബലിപീഠത്തിനും യാഗപീഠത്തിനും ഇടയിൽ കിടന്ന് ഉറങ്ങിയവനാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വരം അവൻ കേട്ടു. അവൻ, ഇതാ പിതാവേ, അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു, അരുൾ ചെയ്താലും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ തിരുഹിതത്തിനു മുമ്പിൽ ശിരസ് നമിച്ച ബാലനായ സാമുവേൽ ഇസ്രായേൽ ജനം കണ്ട ഏറ്റവും മഹോന്നതനായ നീതിയുടെ പ്രവാചകനായി മാറി. അദ്ദേഹം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടു. അദ്ദേഹത്തെ ദൈവം കൃപയോടുകൂടി അനുഗ്രഹിച്ചു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള ബലമാണ് സ്വർഗം നൽകിയത്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെയും ഇസ്രായേൽ കണ്ട ഏറ്റവും മഹോന്നതനായ രാജാവായ ദാവീദിനെയും അഭിഷേകം ചെയ്തത് ഈ സാമുവേലാണ്. അദ്ദേഹത്തിൻ്റെ നീതിബോധം നമുക്ക് സ്വന്തമാക്കാം. ഈ പുതുവർഷത്തിൽ നീതിപൂർവ്വം ജീവിക്കാം. അപരന് അർഹതപ്പെട്ടത് നൽകുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരാവുക.
ഒൻപതാമതായി തീഷ്ണതയുള്ള ഏലിയ പ്രവാചകൻ. ബാലിൻ്റെ പ്രവാചകന്മാരെ ഭയന്ന് അവൻ കാർമലിൻ്റെ മലയുടെ അടിവാരത്ത് ഒളിച്ചിരിക്കുമ്പോൾ ദൈവദൂതൻ ചോദിച്ച ചോദ്യമുണ്ട്, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ ഇങ്ങനെ നിലവിളിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. അതെ, ഇതാ ഒരു പ്രവാചകൻ, ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ചവൻ. നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തോടുള്ള സ്നേഹ തീഷ്ണത ഉണ്ടാകണം. പുതുവർഷം നമ്മൾ തീഷ്ണതയാൽ എരിയുമ്പോൾ സ്വർഗം നമ്മോട് ചേർന്ന് നിൽക്കും. ഏലിയ ദൈവസ്നേഹത്താൽ എരിഞ്ഞപ്പോൾ അവൻ ഉടലോടുകൂടി സ്വർഗത്തിൽ എടുക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു. ഓർക്കുക, നാം ദൈവത്തിനു മുമ്പിൽ പ്രീതിയുള്ളവരാകുന്നത് ദൈവസ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കുമ്പോഴാണ്. ഈ പുതുവർഷം നമുക്കും തീഷ്ണതയുള്ളവരാകാം. പത്താമതായി സ്വയം ചെറുതായ വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ പേര് സാവൂൾ എന്നായിരുന്നു. ഈ ലോകത്തിൻ്റെ മഹത്വവും ബലവും എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. ക്രിസ്തുവിനെതിരായി നിലകൊണ്ടവൻ ക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറി. ഈ പുണ്യഭൂമിയിൽ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ പാഠത്തിൻ്റെ ഏറ്റവും മഹത്തായ ബലം പൗലൂസിൻ്റേതാണ്. അദ്ദേഹം ചോദിക്കുന്നു, ആർക്കാണ് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നത്? ദുഃഖത്തിനോ വേദനയ്ക്കോ നൊമ്പരത്തിനോ വാളിനോ കഷ്ടതയ്ക്കോ കണ്ണുനീരിനോ ഈ ലോകത്തിനുള്ളതിനോ വരുവാനിരിക്കുന്നവയോ? ഇല്ല, ഇവയ്ക്കൊന്നും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അത്രമാത്രം ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് അവൻ പറഞ്ഞു. സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ സാക്ഷ്യം അവൻ നൽകി. അതെ, പൗലൂസിൻ്റെ ജീവിതം തിരുസഭയ്ക്ക് പ്രപഞ്ചത്തിന് ഒരു അനുഗ്രഹമാണ്. നാമും വചനസാക്ഷികളാകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠമാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം. നമുക്കും കാണുന്നവരോടെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ കൃപയെക്കുറിച്ച് പ്രഘോഷിക്കാം. 11-ാമതായി നീതിമാനായ ജോസഫും നന്മ നിറഞ്ഞ മറിയവും. ഇവരെ രണ്ട് വ്യക്തിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെന്നോ, ഇവരുടെ രണ്ടുപേരുടെയും സമർപ്പണവും ദൈവഹിതത്തോടുള്ള വിധേയത്വമാണ് ഭൂമിക്ക് രക്ഷകനെ സമ്മാനിക്കുവാൻ കാരണമായത്. നന്മ നിറഞ്ഞ അമ്മ സ്നേഹപൂർവ്വം തൻ്റെ ആത്മശരീരങ്ങളോട് ദൈവത്തിന് സമർപ്പിച്ചു. നീതി നിറഞ്ഞ ജോസഫ് ആകട്ടെ ദൈവഹിതത്തോട് പരിപൂർണമായി വിധേയപ്പെട്ടു. അങ്ങനെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ പുതുവർഷം നമുക്ക് നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ആത്മീയതയിൽ ജീവിക്കാം. നാം എല്ലാവരും സമർപ്പിതരാണ്, ദൈവഹിതം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ്. നല്ല അപ്പനും അമ്മയും എന്ന നിലയിൽ, നല്ല പുരോഹിതരെന്ന നിലയിൽ, നല്ല സമർപ്പിതർ എന്ന നിലയിൽ ഭൂമിക്ക് നന്മ ചെയ്യുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹം ഈ ഭൂമിയിൽ പങ്കുവയ്ക്കുവാനും വിശുദ്ധ ഔസേപിതാവിനെയും പരിശുദ്ധ കന്യകാമാതാവിനെയും പോലെ നാം നിരന്തരം പരിശ്രമിക്കണം. ഈ പുതുവർഷം അതിനുള്ള കൃപയുടെ അനുഗ്രഹമാകട്ടെ. അവസാനമായി നീതിസൂര്യനായ ക്രിസ്തു. സത്യത്തിൽ നാം എത്തിച്ചേരേണ്ട ഇടവും നാം ജീവിക്കേണ്ട ജീവിതവും നാം കണ്ടെത്തേണ്ട വഴിയും ക്രിസ്തുവാണ്. അതെ, ഈ ഭൂമിയിലെ എല്ലാ വ്യക്തികളും നന്മകളും നമ്മെ എത്തിക്കേണ്ടത് ക്രിസ്തുവിലാകണം. അബ്രഹാമിൻ്റെ വിശ്വാസവും മോസസിൻ്റെ അനുസരണയും ജോസഫിൻ്റെ വിശ്വസ്തതയും ദാവീദിൻ്റെ അനുതാപവും യാക്കോബിൻ്റെ സ്നേഹവും ജോബിൻ്റെ സഹനവും ഹന്നയുടെ പ്രാർത്ഥനയും സാമുവേലിൻ്റെ നീതിബോധവും ഏലിയ പ്രവാചകൻ്റെ തീഷ്ണതയും പൗലൂസിൻ്റെ വിനയവും ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും സമർപ്പണവും നമ്മെ എത്തിക്കേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ മാത്രമാണ്, അവനിൽ മാത്രമാണ് പൂർണ്ണതയുള്ളത്. അവൻ മാത്രമാണ് വഴിയും സത്യവും ജീവനുമായിട്ടുള്ളത്. അവനിലൂടെ മാത്രമേ നിത്യപിതാവിൻ്റെ കൃപയുടെ കവാടത്തിൽ നമുക്ക് എത്തിച്ചേരാനാകൂ. ആകയാൽ ഈ പുതുവർഷം നമുക്ക് ക്രിസ്തുവുള്ള ജീവിതമാക്കാം. അവൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിലനിൽക്കാം. അവൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വചനാധിഷ്ഠിതമായ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.